എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി ഇത് നമ്മൾ ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമായി ഉള്ളവരും ചുരുക്കമല്ല. പൊതുവെ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്കാണ് ഈ ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി പ്രശ്നം വരുന്നത്. ഈ ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള വിമുഖത, പേടി, നാണം, ടെൻഷൻ, അങ്ങനെ നോക്കേണ്ടി വരുമ്പോഴുള്ള ആങ്സൈറ്റി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരിക മാനസിക ലക്ഷണങ്ങൾ. വല്ലാത്ത ഡിസ്ട്രെസ് ആയിരിക്കും. മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയില്ല ഇവർക്ക്. അതിനു മുമ്പ് സാധാരണഗതിയിൽ നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നത് ഏത് രീതിയിലായിരിക്കും? ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ കണ്ടിന്യൂസായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അതിന് നമ്മൾ സ്റ്റെയറിങ് എന്ന് വിളിക്കുന്നു. കണ്ടിന്യൂസായി മുഖത്തേക്കോ കണ്ണുകളിലേക്കോ നോക്കിക്കൊണ്ടിരിക്കുന്ന, തുറച്ചു നോക്കുന്ന പ്രക്രിയയെ സ്റ്റെയറിങ് എന്ന് പറയുന്നു. രണ്ടാമത്, അവരുടെ മുഖത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളെയും മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ, അതിനെ നമ്മൾ സ്കാനിങ് എന്ന് പറയും. മൂന്നാമത്, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ആളുകൾ, അവർക്ക് കണ്ടിന്യൂസായി ഇവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാൻ സാധ്യമല്ല. ഒരു 5, 6, 7 സെക്കൻഡ് നോക്കും, പിന്നെ വേറെ ഏതെങ്കിലും ദിശയിലേക്ക് നോക്കും, വീണ്ടും തിരിച്ച് 5, 6 സെക്കൻഡ് ഇവരുടെ കണ്ണുകളിലേക്കോ മുഖത്തേക്കോ നോക്കും, മറ്റ് സ്ഥലങ്ങളിലേക്ക് വീണ്ടും അവരുടെ ആ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള പ്രക്രിയ ഉള്ളവർ ചെയ്യുന്നവരുമുണ്ട്. ഈ 3 തരക്കാരാണ്. ഇതിൽ നിങ്ങൾ ഏത് തരക്കാരനാണ്? ഇത് ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, പൊതുവെ എല്ലാവരും കാണിക്കുന്ന ഒരു തരം വേ ഓഫ് ബിഹേവിയർ ആണ്, കണ്ണിൻ്റെ കോണ്ടാക്റ്റാണ്. നിങ്ങൾക്കിതിൽ ഏതാണ് നിങ്ങളുടെ സ്റ്റെയറിംഗ് ആണോ, സ്കാനിങ് ആണോ, അതല്ല ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളതാണോ എന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ നന്നായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റിയെക്കുറിച്ചാണ്. ഇതുണ്ടാവുന്നത് സോഷ്യൽ ആങ്സൈറ്റി മൂലമാണ് എന്ന് പറഞ്ഞു. അതല്ലാതെയും ഉണ്ടാവാം. അതല്ലാതെ ഉണ്ടാവുന്നതിന് സോഷ്യൽ ആങ്സൈറ്റിയുടേതിനേക്കാളും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ആങ്സൈറ്റി ലക്ഷണം തന്നെയാണ്. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുന്നത് തന്നെ ആങ്സൈറ്റി ഉള്ളത് കൊണ്ടാണ്. ഈ ആങ്സൈറ്റി എന്തുകൊണ്ട് വരുന്നു? അതിൻ്റേതായ കാരണങ്ങളുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യം അതിൻ്റെ കാരണമാണ്. ചെറുപ്പത്തിൽ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ശരീരത്തെക്കുറിച്ച് ആരെങ്കിലും കളിയാക്കി പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ചോ, കണ്ണുകളെക്കുറിച്ചോ, മൂക്കിനെക്കുറിച്ചോ, മുഖത്തിനെക്കുറിച്ചോ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളെക്കുറിച്ചോ നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടിന്യൂസായി കേൾക്കുവാനിടയായ സാഹചര്യം ഈ വ്യക്തിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് എനിക്ക് ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി ഇതുവരെ ഉണ്ടായിരുന്നിട്ടില്ല, പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ ബോഡി ഷേമിങ്ങിന് വിധേയനായിരുന്നു. അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ നീണ്ട മൂക്കായിരുന്നു. അങ്ങനെ നീണ്ട മൂക്കുള്ള ആ സമയത്ത് എന്നെ കുട്ടികൾ ഗരുഡൻ ഗരുഡൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. അപ്പോൾ കുറേ കണ്ടിന്യൂസായി അങ്ങനെ കളിയാക്കിയിരുന്നു. ഒരു 3, 4 കണ്ടിന്യൂസായ ക്ലാസ്സുകൾ, അതായത് 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്സിലും അത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഹൈസ്കൂളിൽ പോയതിന് ശേഷമാണ് അതിന് മാറ്റം വരാൻ തുടങ്ങിയത്. പിന്നെ അതേപോലെ എനിക്ക് ഏകദേശം 22-23 വയസ്സ് വരെ മീശ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് മീശയേ ഉണ്ടായിരുന്നുള്ളൂ. ചാടി പിന്നെ ഇപ്പോഴും ഇല്ല, ഒന്നും ഇല്ല, വളരെ കുറച്ചേ വരുള്ളൂ. അതിനെക്കുറിച്ചും, അതായത് മീശയില്ലാത്ത സാഹചര്യത്തെക്കുറിച്ചും ഒരുപാട് ആളുകൾ എൻ്റെ ക്ലാസ്മേറ്റ്സും മറ്റുള്ളവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബോഡി ഷേമിങ് എനിക്കത് ബാധകമായിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ബോഡി ഷേമിങ് പ്രശ്നങ്ങൾ പലർക്കും ബാധകമാവാറുണ്ട്. അവർ ബോഡി ഷേമിങ് അനുഭവിച്ചാൽ ഇവർക്കൊരു തരം ആങ്സൈറ്റിയാണ്. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, മറ്റുള്ളവർ എന്നെ നോക്കുന്നുണ്ടോ, മറ്റുള്ളവർ എന്നെ വിലയിരുത്തുന്നുണ്ടോ, മറ്റുള്ളവർ എന്നിൽ കുറവുകൾ കണ്ടെത്തുന്നുണ്ടോ, എൻ്റെ കുറവുകളിലേക്കാണോ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള അനാവശ്യമായ ചിന്തകൾ ഇവരുടെ മനസ്സിൽ കണ്ടിന്യൂസായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവർക്കത് ആങ്സൈറ്റി ക്രിയേറ്റ് ഉണ്ടാകുന്നു. അതാണ് സോഷ്യൽ ആങ്സൈറ്റി. ഇതേപോലെ തന്നെ അതിനെ കണ്ടിന്യൂസായി അടുത്ത പാറ്റേൺ ആണ് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ഇവർക്ക് സാധിക്കാതെ വരിക. ഒരു ഓഫീസ് അന്തരീക്ഷത്തിൽ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ കൂട്ടുകാരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുവാൻ, കണ്ണുകളിലേക്ക് നോക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാം. അതേപോലെ
ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ വിമുഖതയുണ്ടാവാം. ഓഫീസിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ, ലേഡീസ് ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് കോൺഫിഡൻ്റായി അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുവാൻ വിമുഖതയുണ്ടാവാം. അതേപോലെ തന്നെ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ മുമ്പിലുള്ള ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കാനോ പുറകിലുള്ള ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കി നോക്കാനോ അവിടെ നിന്നും തിരിച്ച് വരുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കാനോ ഒരു വിമുഖത ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഓഫീസിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കണം, എങ്ങനെ പറയണം, മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കണോ എന്നുള്ള വിമുഖത ഉണ്ടാവും. ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു ഫ്രണ്ട് അങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ, ഒരു പുതിയൊരു വ്യക്തി മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ വേറൊരു ഫ്രണ്ടാണ്, അങ്ങനെയുള്ള ആൾ അങ്ങോട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒരു കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ആ കടയിലെ ആ ഓണറിനോട് അല്ലെങ്കിൽ അവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളിനോടോ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ട് സാധനങ്ങൾ എടുത്തു തരൂ എന്ന് പറയുവാൻ കഴിയാത്ത അവസ്ഥ. നാട്ടിലാണെങ്കിൽ മറ്റുള്ളവർ അവിടെ വന്ന് അവനോട് സംസാരിക്കാൻ, ഈ വ്യക്തിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖം തിരിക്കുന്ന, അവരോട് മുഖം കൊടുത്ത് കണ്ണോട് കണ്ണ് ചേർത്ത് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്. എങ്ങനെയാണ് ഈ ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി ഓരോരുത്തരിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി ഏത് കാര്യത്തിലാണ് പ്രധാനമായി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് കമൻറ്റിൽ എഴുതിയാൽ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദം. അത് മാത്രമല്ല, അങ്ങനെയുള്ള ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റീനെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിൽ നിങ്ങൾ എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളതും കമൻറ്റിൽ എഴുതുവാൻ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഗുണമുണ്ടാകും. ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ തെറാപ്പി അനുഭവവും ഞാൻ പങ്കുവയ്ക്കുന്നു. വരുന്ന ആളുകൾ എന്നോട് പറയുന്ന രീതി, എനിക്ക് ആങ്സൈറ്റി ഉണ്ടായിട്ടുണ്ട്, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടായിട്ടുണ്ട്, പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റി എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ല. പക്ഷേ മറ്റാളുകൾ എന്നോട് വന്ന് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ആളുകൾ എന്നോട് വന്ന്, ക്ലയൻസ് എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അവർക്ക് വേണ്ട തെറാപ്പികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരുപാട് ആളുകൾക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട്, എൻ്റെ തെറാപ്പി കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. 90% ആളുകൾക്കും ഗുണമുണ്ടായിട്ടുണ്ട്. ഇതൊരു ബോസ്റ്റിംഗ് അല്ല, ഞാൻ എന്നെ പൊക്കി പറയുകയല്ല, സത്യാവസ്ഥയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ കാണുന്ന കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഐ കോണ്ടാക്റ്റ് ആങ്സൈറ്റിയിൽ നമ്മൾ പൊതുവെ കാണിക്കുന്നത് ഒരു സബ്മിസീവ് ജെസ്ചറാണ്. അതായത് പൊതുവെ നമ്മൾ എല്ലാവരും കാണിക്കുന്നത് താഴെ നോക്കുന്നു, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നോക്കുന്നു. മുന്നിലുള്ള ആളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല ഇവർക്ക്. അതിന് പകരം ഒന്നുകിൽ ഇവിടെ താഴേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നോക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മെയിനായിട്ടുള്ള കാരണം നമുക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറഞ്ഞ ശേഷിയുള്ള ആളാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള ഒരാളാണ്, മറ്റുള്ളവർ എന്നേക്കാൾ ഡൊമിനേറ്റിംഗ് ആണ് എന്നുള്ളത്. ഞാൻ ഡൊമിനേറ്റിംഗ് അല്ല, എൻ്റെ മുമ്പിലുള്ള വ്യക്തി എന്നെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് മുന്നിൽ എനിക്ക് നേരെ നിന്ന് സംസാരിക്കുവാൻ പോലും കഴിയുന്നില്ല. സബ്മിസീവ് ആണ്, ഞാൻ താഴ്ന്ന ഒരാളാണ്, അവരെക്കാൾ കഴിവിൽ താഴ്ന്ന ഒരാളാണ്, അവരെക്കാൾ കഴിവ് കുറഞ്ഞൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്താരീതി. അതാണ് ഈ ബോഡി ഷേമിങ്ങിനും സോഷ്യൽ ആങ്സൈറ്റിക്കും കാരണമാവുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താഴേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ സൈഡിലേക്ക് നോക്കുന്നു. മുമ്പിലുള്ള ആളുടെ അവസ്ഥ എൻ്റെ അവസ്ഥയേക്കാൾ ഒരുപാട് മുമ്പിലാണ്. ഞാൻ എന്ന വ്യക്തിയേക്കാൾ മുമ്പിലുള്ള വ്യക്തി ഒരുപാട് ഉയരെയാണ് എന്നുള്ള ചിന്താഗതി. അതൊരു പ്രശ്നമാണിവിടെ. കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ജനൽ എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിൻ്റെ ജനൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വാതിൽ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക്, മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഗേസ് ഡയറക്റ്റ്ലി പോകുന്നത് ആത്മാവിലേക്കാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ബിഹേവിയർ, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ നമ്മുടെ കണ്ണുകളിൽ കാണാം എന്നുള്ളതാണ്. ആങ്സൈറ്റി വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ, മാനസിക സമ്മർദ്ദം വരുമ്പോൾ, ലജ്ജ വരുമ്പോൾ, കുറ്റബോധം വരുമ്പോൾ എല്ലാം അത് നമ്മുടെ കണ്ണുകളിൽ കാണും. നമ്മുടെ കണ്ണുകൾ മുമ്പിലുള്ള ആളുടെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കാത്ത തരത്തിൽ താഴ്ന്നു പോകുന്നത് നമ്മളെല്ലാവരും കാണാറുള്ളതാണ്.
അതായത് കുറ്റബോധം, ഗിൽറ്റ് കോംപ്ലക്സ്, പേടി, ദേഷ്യം, ടെൻഷൻ, ആങ്സൈറ്റി, നെർവസ്നെസ്, അങ്ങനെയുള്ള എല്ലാ പ്രക്രിയകളും നമ്മെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ വന്നാൽ അത് ഡയറക്റ്റ്ലി കണ്ണുകളിൽ കാണും എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഐ കോണ്ടാക്ട് ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലെ പ്രക്ഷുബ്ധമായ സാഹചര്യം നിങ്ങളെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്നർത്ഥം. കൃത്യമായി മനസ്സിലാകും. അതാണ് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സ് ഒരു വിഷയത്തെ പേടിക്കുന്നു. എന്താണ് പേടി? മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യുമോ? അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ഞാൻ കെൽപ്പുള്ള ആളല്ലേ? അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നെല്ലാമുള്ള ചിന്തകൾ കാരണം ഈ വ്യക്തിയുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. ആ പ്രക്ഷുബ്ധതയാണ് കൃത്യമായി അവരുടെ ബിഹേവിയർ കണ്ണുകളിലൂടെ കാണുന്നത്. കണ്ണുകൾ താഴേക്ക് നോക്കുന്നു, അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാതെ വേറെ എവിടെയെങ്കിലും നോക്കുന്നു. സബ്മിസീവായ ആക്ഷൻ, കണ്ണുകളിൽ ഇവരുടെ മനസ്സിലെ വികാരം പ്രതിഫലിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആങ്സൈറ്റിയുടെ ലക്ഷണം എന്താ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ്. ആങ്സൈറ്റിയുടെ ലക്ഷണം എന്താണ്? കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ ഹാർട്ട് ബീറ്റ് കൂടാം, കൈകാലുകൾ വിറയ്ക്കാം, വിറയൽ സംഭവിക്കാം, വായിൽ വെള്ളം വറ്റുന്ന പോലെ തോന്നാം, തൊണ്ട വറ്റുന്ന പോലെ തോന്നാം, ഒരുതരം അങ്കലാപ്പ്, എനിക്ക് ഇവിടെ നിന്നും എത്രയും വേഗം എസ്കേപ്പ് ചെയ്യണം എന്നുള്ള തോന്നൽ, ഓടി രക്ഷപ്പെടണം എന്നുള്ള തോന്നൽ. അത്തരം സിംറ്റംസാണ് സാധാരണഗതിയിൽ ആങ്സൈറ്റി. നമ്മൾ പറയുന്നത് എന്താണ്? ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല. ചെറുപ്പം മുതൽ തന്നെ നോക്കിയാൽ നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ ആങ്സൈറ്റി അനുഭവിച്ച് വന്നവരാണ്. ആ ആങ്സൈറ്റിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ ഈ ആങ്സൈറ്റി സിംറ്റംസിനെ നമ്മൾ ഒരു കാരണവശാലും പേടിക്കില്ല. അത് വരട്ടെ എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുകയും ചെയ്യും. അത് വരട്ടെ എന്ന് ചിന്തിച്ചാൽ ഈ ഐ കോണ്ടാക്ട് ആങ്സൈറ്റിനെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയും. ഐ കോണ്ടാക്ട് ആങ്സൈറ്റി എന്നല്ല, ഏത് ആങ്സൈറ്റിനെയും ഫേസ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഫേസ് ദ ഫിയർ എന്നുള്ളതാണ്. എന്ത് പ്രശ്നമാണോ നിങ്ങൾക്ക് പേടി സമ്മാനിക്കുന്നത്, ഉത്കണ്ഠ സമ്മാനിക്കുന്നത്, ആ പ്രശ്നത്തെ നിങ്ങൾ നേരിടുക എന്നാണ്. നേരെ പോയി മുട്ടുക, അതായത് ആ സാഹചര്യത്തെ പോയി മുട്ടുക, അതിനോട് എതിരിടുക, അതിനോട് ഫൈറ്റ് ചെയ്യുക. സാധിച്ചില്ലെങ്കിൽ നമുക്കത് റിലാക്സ്ഡായി ചെയ്യാം. തെറാപ്പി ചെയ്യുന്നത് കൃത്യമായി നേരിട്ട് പോയി മുട്ടാൻ കഴിയാത്തവരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെ അതേ കാര്യം ചെയ്യിക്കുക എന്നുള്ളതാണ് തെറാപ്പി ചെയ്യുന്നത്. മനസ്സിലെ ചിന്തകൾ മാറ്റുക, നിങ്ങളുടെ സങ്കല്പങ്ങൾ മാറ്റുക, വിശ്വാസങ്ങൾ മാറ്റുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മോട്ടിവേഷൻ തരിക. ഈ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഇത് നോർമലാണ് എന്നുള്ള മോട്ടിവേഷൻ തരിക. അങ്ങനെ മോട്ടിവേഷൻ തന്നതിന് ശേഷം റിലാക്സായ മനസ്സിൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ട, മനസ്സിലെ വിശ്വാസങ്ങളെല്ലാം നല്ല രീതിയിൽ മാറ്റിമറിക്കപ്പെട്ട നിങ്ങളെ ഫേസ് ദ ഫിയർ, പേടിയെ നേരിടൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് പതിയെ പതിയെ കൊണ്ടുപോവുകയാണ് എല്ലാ തെറാപ്പിയും ചെയ്യുന്നത്. നേരിട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യും, അതല്ലാത്തവർ പതിയെ പതിയെ തെറാപ്പിയിലൂടെ ചെയ്യും. എന്തായാലും ഈ പ്രശ്നം മാറിയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ആ ഐ കോണ്ടാക്ട് ആങ്സൈറ്റി ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റിൽ എഴുതിയാൽ കുറച്ചുകൂടി ഭംഗിയാവുമായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഐ കോണ്ടാക്ട് ആങ്സൈറ്റിയെ മറികടക്കാൻ സാധാരണഗതിയിൽ ഞാൻ എല്ലാ സെഷനിലും പറയുന്ന മാക്സിമം ആളുകൾക്ക് ഉപയോഗപ്രദമായ ഒരു ടെക്നീക്കാണ്. എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു മാസത്തേക്ക് ദിവസവും 3 നേരമെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ, നിലക്കണ്ണാടിയുടെ മുമ്പിൽ സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് നിങ്ങളുടെ പ്രതിബിംബത്തിൻ്റെ, നിങ്ങളുടെ തന്നെ കണ്ണുകളിലേക്ക് 2 മിനിറ്റ് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയി തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് രാവിലെയും ചെയ്യുക, ഉച്ചയ്ക്കും ചെയ്യുക, വൈകുന്നേരവും ചെയ്യുക. കണ്ടിന്യൂസ് ആയി 15 ദിവസത്തോളം ചെയ്താൽ തന്നെ നിങ്ങളുടെ ഐ കോണ്ടാക്ട് ആങ്സൈറ്റിക്ക് നല്ല വ്യത്യാസമുണ്ടാവും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല. ഇതുപോലെയും ഇതല്ലാതെയുമുള്ള പലതരം ആങ്സൈറ്റികൾ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ജനിച്ച അന്ന് മുതൽ അനുഭവിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഈ ആങ്സൈറ്റിയും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, നിങ്ങളത് ഓവർകം ചെയ്യും. ഈ ലക്ഷണങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും ഇതൊരു സാധാരണ ലക്ഷണമാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരിക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിലാക്സ്. നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഇതൊരു സാധാരണ സംഭവമാണ്, ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഞാനിതിനെ അത്രയും വലിയ മാന്യത എന്തിനു കൊടുക്കണം, ഇതിന് മാനദണ്ഡം അത്ര വലുതാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഇതൊരു ചെറിയ പ്രശ്നമാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും. വലിയ പ്രശ്നമാണ് എന്ന് കാണുമ്പോഴാണ് ഇത് ഭീമാകാരമായ വളർച്ചപ്പുണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് മനസ്സിലാക്കുക. റിലാക്സ്, ഇതൊരു സാധാരണ പ്രശ്നമാണ്. അതിൻ്റെ കൂടെ തന്നെ റിലാക്സേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുക. നല്ലപോലെ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുക. മനസ്സിനെ റിലാക്സ് ആക്കുവാൻ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് ചെയ്യാം. ഇതെല്ലാം മനസ്സിനെയും റിലാക്സ് ആക്കും. പിന്നെ കണ്ണുകളിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, മുമ്പിൽ വരുന്ന ആളുടെ അല്ലെങ്കിൽ മുമ്പിലുള്ള ആളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് തുറച്ചു നോക്കാൻ വൈമുഖ്യമുള്ളവർ താഴെ നോക്കുന്നതിന് പകരം അവരുടെ തന്നെ മുഖത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് ദൃഷ്ടി പായിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അതായത് നേരെ സ്ട്രൈറ്റ് ലുക്ക് അഹെഡ് എന്നാ പറയും. ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കണ്ട, മുഖത്തേക്കും നോക്കണ്ട, അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഈ സൈഡിലൂടെ മുമ്പോട്ട് നോക്കുക. മുമ്പിൽ നിങ്ങളുടെ എന്തെങ്കിലും കാണാം, ഏതെങ്കിലും ചിത്രമോ അല്ലെങ്കിൽ വേറെ ആളുകളോ ആരെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയോ, ഒരു പട്ടിയോ പൂച്ചയോ പശുവോ എന്തെങ്കിലും കാണാം, ഒരു മരമോ ഒരു പൂവോ വാട്ടോ, അതിലേക്ക് നോക്കുക. അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിക്ക് മനസ്സിലാവുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. കാരണം ഈ ചെവിൻ്റെ സൈഡിലൂടെയുള്ള നോട്ടം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തേക്കുള്ള നോട്ടമായിട്ടാണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. അത് നമുക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ താഴേക്ക് നോക്കുന്നു, സബ്മിസീവാണ്, മുമ്പിലുള്ള ആളേക്കാൾ താഴ്ന്നൊരാളാണ് ഞാൻ. അതിന് പകരം നമുക്ക് ചെയ്യാവുന്നത്, താഴേക്ക് നോക്കുന്നതിന് പകരം ഞാൻ ഇനി മുകളിലേക്ക് നോക്കാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുക. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് 1-2 മിനിറ്റ് 1-2 സെക്കൻഡ് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ സബ്മിസീവ് അല്ല, മുമ്പിലുള്ള ആളേക്കാൾ ഞാൻ താഴ്ന്ന ഒരാളൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ മുകളിലേക്കാണ് നോക്കുന്നത്. എൻ്റെ ചിൻ എപ്പോഴും അപ്പായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പതിയെ കൂടുന്നു. കോൺഫിഡൻസ് കൂടുമ്പോൾ ഈ റിലാക്സേഷൻ പതിയെ ഉണ്ടാവുന്നു. ഇതെല്ലാം ചെറിയ ചെറിയ ടിപ്സാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. പൂർണ്ണമായും ഈ തെറാപ്പി, ഈ പറഞ്ഞ ഐ കോണ്ടാക്ട് ആങ്സൈറ്റി നിങ്ങൾ തന്നെ വിചാരിച്ചാൽ വളരെ കൃത്യമായ അനലൈസിങ്ങിലൂടെ ഇതൊരു ഇഷ്യൂ അല്ല, ഇതെനിക്ക് മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. ആങ്സൈറ്റി എന്ന് പറയുന്നൊരു സാധാരണ സംഭവമാണ്, അതെന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല, അതെൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല എന്ന് ചിന്തിച്ച് കൃത്യമായ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്ത് തെറാപ്പിയാണ് ഉത്തമം. മരുന്ന് കൊണ്ട് അത്ര വലിയ ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മരുന്നും കഴിക്കാം. കൂടുതൽ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ഈ ആങ്സൈറ്റി സിംറ്റംസ് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്നും കഴിക്കാം. പക്ഷേ നിങ്ങൾക്ക് തെറാപ്പി ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നൊന്നും തോന്നുന്നു. അതിന് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി.